ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മൾ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നൊരു സംഭവമാണ് തേങ്ങ ചിരകിയിട്ട് കുറച്ചെങ്കിലും ബാക്കിയാവുമ്പം അത് വീണ്ടും എടുക്കാമെന്ന് കരുതിയിട്ട് അന്നൊന്നും അതിനൊന്നുള്ള ആവശ്യം വരാതെ പിറ്റേ ദിവസത്തേക്കൊക്കെ ഫ്രിഡ്ജിലൊന്നും വെക്കാതിരുന്നാലൊക്കെ അതിനൊരു പ്രത്യേക സ്മെല്ലും ചെറുതായിട്ടൊരു പൂപ്പലൊക്കെ വന്നിട്ട് ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ തേങ്ങയല്ലേന്നും കരുതിയിട്ട് വിഷമത്തോടു കൂടി ഒഴിവാക്കുന്ന ഒരു അവസ്ഥ അല്ലേ. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഇതുപോലെ ആയിരിക്കും നമ്മൾ അവസ്ഥ. ഇത് കുറച്ചൊരു കളർ ചേഞ്ചും പിന്നെ ചെറിയൊരു പൂപ്പലൊക്കെ വരുന്ന ഒരു തേങ്ങയാണ്. ഇതിപ്പോൾ ഈ ഒരു വേനൽക്കാലം ആയാൽ തന്നെ നമുക്ക് തേങ്ങയ്ക്ക് ഇത്തരം പ്രശ്നങ്ങളൊക്കെ വേഗം വരും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ കുറച്ചും കൂടെ ഒക്കെ നിൽക്കും. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാതിരുന്നാൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെയൊക്കെ ആവും. അപ്പോൾ ഇനി ആരും ഇതുപോലുള്ള തേങ്ങ ഇങ്ങനെ ചിരകിയതിൻ്റെ ബാക്കി കേട് വന്നാൽ കളയാതിരിക്കുക. അത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിടിലൻ പരിപാടി ഉണ്ട് കേട്ടോ. കിടിലൻ പരിപാടി എന്ന് പറയുമ്പോൾ വേറെ ഒന്നല്ല, നമുക്കെല്ലാവർക്കും പ്രത്യേകിച്ച് പെൺകുട്ടികൾക്കൊക്കെ, ഇനി പെൺകുട്ടികളാണെങ്കിലും ആരായാലും സ്ത്രീകളാണോ തലയിൽ മുടി നല്ല ഇഷ്ടമാണ് അല്ലേ. മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ അകാല നിര, മുടി പൊട്ടിപ്പോവുക, മുടി നീളം വെക്കാതിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നമുള്ള ആളുകൾക്കൊക്കെ ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളി. നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഇതുപോലുള്ള വീഡിയോകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ അവിടെ ഫേസ്ബുക്കിലേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പേജിലെത്തും. അവിടെ ഒരു ലൈക്കൊക്കെ ചെയ്യുക, പേജ് ലൈക്ക് ചെയ്യുക, പിന്നെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക, അതൊക്കെ ചെയ്യുക. അപ്പോൾ ഏതായാലും ഇതാ നമുക്ക് ഈ ഒരു കിടിലം ഐറ്റംസ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തേങ്ങ ഉണ്ടല്ലോ ഒന്ന് പൂണ്ടെടുത്തിട്ട് മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് ഇതാ കറ്റാർവാഴയാണ്. കറ്റാർവാഴ ഇപ്പോൾ എല്ലാവരും വീട്ടിലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ ആരും എന്ത് ചെയ്യുക, ഇതുണ്ടാക്കാതിരിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ കാണിച്ചു തന്നില്ലേ ഒരു ബോട്ടിൽ കുറച്ച്, അത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന സംഭവമാണല്ലോ. നല്ലൊരു സ്മെല്ലോട് കൂടിയാണ് കേട്ടോ അത് നമുക്ക് കിട്ടുക. അത് നമ്മൾ മുഖത്തൊക്കെ പുരട്ടുകയാണെങ്കിൽ നല്ലതാണ്. ഇനിയിപ്പോൾ നമ്മൾ തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ ഏറ്റവും നല്ലത് നല്ല നാച്ചുറലായിട്ട് നമ്മളെ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഇതുപോലുള്ള അലോവേരയാണ്. അതില്ലാത്തവർക്കാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുക. അപ്പോൾ ഇതാ ഞാൻ ഒരു ലീഫിൻ്റെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. വലിയൊരു കട്ടിയോ വലുപ്പമൊന്നുമുള്ളതല്ല. പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു പൾപ്പ് മാത്രമാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയുള്ളത് നോക്കിയിട്ട് എടുക്കട്ടോ. നമ്മൾ പൾപ്പ് മാത്രമല്ലല്ലോ എടുക്കണത്. അപ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു മുട്ടയുടെ വൈറ്റ്, അതും മുഴുവൻ വേണ്ട, ഒരു പകുതിൻ്റെ താഴെ മതി കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു കോഴിമുട്ടൻ്റെ ഉള്ളിൽ തന്നെ ബാക്കിയൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ വൈറ്റും ഒക്കെ ഉണ്ട്. അത് മുഴുവൻ നമുക്ക് വേണ്ട. അപ്പോൾ ഈ ഒരു അളവ് ചെയ്താൽ തന്നെ നമുക്കൊരു 5-6 ദിവസം നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാനായിട്ടുണ്ടാവും. ഏതായാലും ഈ ഒരു തേങ്ങയിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയ ജാറൊക്കെ എടുത്തിട്ട് ഇട്ട് അരച്ച് കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് അരിഞ്ഞിട്ട് കിട്ടും. അപ്പോൾ അതാ ശരി, ഞാനൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ അതാ നല്ല പോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് വലിയൊരു വെള്ളത്തോട് കൂടിയല്ല വേണ്ടത്, കുറഞ്ഞൊരു തിക്കായിട്ടുള്ളൊരു തേങ്ങാപ്പാലാണ് വേണ്ടത്. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കാനും കൂടി ഉള്ളതാണ്. അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്നും കൂടെ അരച്ചെടുത്താണ് കേട്ടോ. ഇനി നമുക്കിതാ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതുപോലുള്ള ഒരു സ്ട്രെയിനർ എന്തെങ്കിലും നമ്മൾ ചായ അരിക്കണ അരിപ്പയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കോട്ടൻ്റെ തുണി വെച്ചിട്ടും അരിച്ചെടുക്കുക കേട്ടോ. എങ്ങനെയായാലും ഇതിൻ്റെ പീര കൊഴിഞ്ഞ് ചാടാത്ത രീതിയിൽ അരിച്ചെടുത്തോളൂ. അതുപോലെ തന്നെ ഇത് അരിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ അടുപ്പത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാത്രം നോക്കിയിട്ട് എടുക്കുക കേട്ടോ. പ്ലേറ്റിലേക്കും അതുപോലെ തന്നെ നമ്മളടുത്തുള്ള ബൗളിലേക്കും ഒക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള കുഴപ്പം പിന്നെ നമ്മൾ വേറൊരു പാത്രത്തിലും ഒഴിക്കേണ്ടി വരും. അപ്പോൾ ആദ്യമേ നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക. എന്നിട്ടിതാ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. ഈ തേങ്ങാപ്പാൽ നമ്മൾ പച്ചക്ക് അങ്ങോട്ട് തലയിൽ അപ്ലൈ ചെയ്യല്ല കേട്ടോ ചെയ്യണത്. ഒരു ചെറുതായിട്ടൊരു തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യാണ്ട്. അപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്കിതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു കറ്റാർവാഴ ഉണ്ടല്ലോ, അതൊരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ കോഴിമുട്ടയുടെ വൈറ്റ് ഉണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒട്ടും വെള്ളം ചേർക്കാതെ ഒന്ന് കറക്കിയെടുക്കുമ്പോൾ നല്ല പോലെ അരിഞ്ഞിട്ടുണ്ടാവും. ആ ഒരു കറ്റാർവാഴൻ്റെ ജെല്ലും
അതുപോലെ തന്നെ ഞാൻ അതിൻ്റെ ആ ഒരു പുറം ഭാഗം ഒന്നും ഒഴിവാക്കിയിട്ടുണ്ടില്ല. കാരണം നമ്മൾ തലയിൽ തേക്കാനായതുകൊണ്ട് തന്നെ മുഖത്തൊക്കെ ആണെങ്കിലാണ് ഇതിൻ്റെ തൊലിയൊക്കെ കളയേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കറ്റാർവാഴ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുത്തിച്ചാരി വെക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഒരു യെല്ലോ ഒരു കളറിലൊരു നല്ലൊരു കറ ഒലിക്കും. അതൊക്കെ ഒലിച്ച് പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുത്തനെ വെക്കുന്നത്. ഞാൻ കുത്തനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല. നല്ലോണം കറയൊക്കെ ഒലിച്ച് വന്ന കറയൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ലപോലെ ഒന്ന് കഴുകിയിട്ടാണ് കേട്ടോ നമ്മളത് കട്ട് ചെയ്ത് അടിച്ചെടുത്തത്. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്കിതാ ആ തേങ്ങാപ്പാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ. ചെറുതായിട്ട് ചൂടാക്കി നല്ലോണം തിളച്ചിട്ടില്ല, എന്നാലും കുറച്ചൊന്ന് തിളക്കാൻ വേണ്ടി ആയിട്ടുണ്ട്. ആ ഒരു രീതിയിലാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു തിളക്കാനായിട്ട് നമുക്ക് ഏകദേശം കയ്യിലേക്കൊരു ആവിയൊക്കെ വരുന്ന സമയത്ത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു കോഴിമുട്ടയും കറ്റാർവാഴയും എല്ലാം കൂടെ അരച്ചിട്ടുള്ള അരപ്പ് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യണത്. അതും ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം ഒരു ഇളം ചൂടിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഓഫ് ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതാ അപ്പോൾ എന്താ അറിയോ, ഈ ഒരു ഇളം ചൂടിൽ നമ്മളിത് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഴിമുട്ടയും ചേർത്തിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് ഒഴിച്ചെടുക്കുമ്പോൾ ആ ഒരു പാലിൻ്റെ ചൂടിൽ, തേങ്ങാപ്പാലിൻ്റെ ചൂടിൽ ആ കോഴിമുട്ടൻ്റെ വെള്ളം ഉണ്ടല്ലോ അത് ശരിക്കും അങ്ങോട്ട് തിക്കായിട്ട് ചെറിയൊരു വേവിലൊരു ബുൾസൈൻ്റെ മോഡലായി വരും കേട്ടോ. പക്ഷേ ബുൾസൈൻ്റെ മോഡൽ ഇത് ഒന്നായിട്ടല്ല, അതിൽ ആ ഒരു മുട്ടൻ്റെ അംശം എവിടെയൊക്കെയാണോ ഉള്ളത് അതൊക്കെ അങ്ങനെ ആവും. അപ്പോൾ ചെറുതായിട്ടൊരു തിക്കായിട്ട് നിൽക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഈ ഒരു കോഴിമുട്ടൻ്റെ വെള്ളമൊക്കെ നേരെ കൊണ്ടുപോയിട്ട് തലയോട്ടിൽ പുരട്ടുന്നതിനേക്കാളും നല്ലത് ഒരു ബുൾസൈ മോഡലിലാക്കിയിട്ട് വെന്തിട്ടുമില്ല എന്നാലോ അങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് തലയിലൊക്കെ അപ്ലൈ ചെയ്യാൻ നല്ലത്. മുടിക്ക് ഉള്ളു കൂടാനും അതുപോലെ തന്നെ മുടി നല്ലോണം സമൃദ്ധമായിട്ട് വളരാനും കോഴിമുട്ടയുടെ വെള്ളയും ഇനിയിപ്പോൾ അതിൻ്റെ കുഞ്ചുണ്ടല്ലോ, നമ്മളെ ഭാഗത്തൊക്കെ അതിന് കുഞ്ചി എന്നാട്ടോ പറയാറ്. ചില ഭാഗത്തൊക്കെ അതിന് വേറെ ഓരോ പേരുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. മുട്ടയത്ത് ആ ഒരു വൈറ്റില്ലാത്ത ആ ഒരു എഗ് യോക്ക് ഉണ്ടല്ലോ, യെല്ലോ ഷെയ്ഡ്, ആ ഒരു എന്താ പേര് പറയാന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുകയെന്ന് അറിയാലോ. നമ്മളവിടെ കുഞ്ചിന്നാട്ടോ പറയുക. ഞാനിപ്പോൾ ഒരു ദിവസം ആ ഒരു വീഡിയോയിൽ കുഞ്ചിന്ന് പറഞ്ഞപ്പോൾ എന്താ അപ്പോൾ അത് മൂഞ്ചി പോയല്ലോ അത് കേട്ടിട്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. ഓരോ നാടിനും ഓരോ സ്റ്റൈലാണല്ലോ അല്ലേ. ഏതായാലും ഇതാ ആ ഒരു കോഴിമുട്ടയുടെ വെള്ളമൊക്കെ അടിച്ചെടുത്തതിലേക്ക് ചൂട് തട്ടിയപ്പോൾ ഇതാ ചെറുതായിട്ടൊരു തിക്കായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നല്ല പച്ച കളറൊന്നുമല്ല, കുറച്ചൊരു ഇളം പച്ച കളറിലുള്ള ഒരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് എങ്ങനെയാണ് തേക്കേണ്ടതെന്ന് വെച്ചാൽ, പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നമുക്കിതിൽ ചേർത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളെ വീട്ടിലും പരിസരത്തും അവൈലബിൾ ആയിട്ടുള്ളതാണ്. നമ്മളെ വീടിൻ്റെ പരിസരത്ത് പോലും കിട്ടാത്തതൊന്നും നമ്മളിതിലേക്ക് ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മളിത് തലയിൽ തേക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, തലമുടിൻ്റെ ആ ഒരു ജട ഉണ്ടല്ലോ അതൊക്കെ നല്ലോണം നീക്കണം കേട്ടോ. കെട്ടിറക്കണ ചീർപ്പൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ചീപ്പ് വെച്ചിട്ട് നല്ലോണം അതിനെ കെട്ടൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയിപ്പോൾ ഏതെങ്കിലുമൊക്കെ ഹെയർ ഓയിൽ നിങ്ങൾ പുരട്ടുന്ന ആളുകളാണെങ്കിൽ അത് നല്ലോണം സ്കാൽപ്പിലും എല്ലായിടത്തും മുടിയിലും മുടിയുടെ തുഞ്ചഭാഗത്തൊക്കെ പുരട്ടിയതിന് ശേഷം നല്ലോണം ഒന്ന് ചീകി എടുക്കുക. എന്നിട്ട് ഒരു മുടി പോലും കെട്ടായിട്ട് ഇരിക്കണില്ല എന്ന് മനസ്സിലായതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്കിത് ഇതുപോലെ ഓരോ തിരിച്ച് ആ ഒരു മൂർത്താവും അതിൻ്റെ ആ ഒരു സൈഡൊക്കെ ഇങ്ങനെ വിടർത്തിയിട്ട് നമ്മൾ ആ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പാക്ക് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്തിട്ടെടുക്കണം കേട്ടോ. നമ്മൾ വിരലിൻ്റെ തുഞ്ചഭാഗം ഉണ്ടല്ലോ അതുകൊണ്ട് മസാജ് ചെയ്യുക. ഇതുപോലെ ഇങ്ങനെ ചീകി നമ്മൾ വിടർത്തി നമ്മളിങ്ങനെ ഈ മുടി രണ്ട് ഭാഗമാക്കി ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ തലയോട്ടി കാണുമല്ലോ, അവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കട്ടോ. നമ്മൾ അധികം ആളുകളും പറയാറുണ്ട് മുടിൻ്റെ കൊടിമ തേച്ച് കൊടുക്കണം. കൊടിമ തേക്കണം, പക്ഷെ നമ്മൾക്ക് ഏറ്റവും ചെയ്യേണ്ടത് തലയോട്ടിയിൽ തേക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ലൈക്ക് ചെയ്യാൻ മറന്ന് കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്കൊക്കെ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവില്ലേ, അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക. പിന്നെ നിങ്ങൾ അധികം ആളുകളുടെ വീട്ടിലുണ്ടാകുന്നൊരു പ്രശ്നമാണ് തേങ്ങ ഇതുപോലെ കുറച്ചിങ്ങനെ കേടായിട്ട് കുറച്ചൊക്കെ നമ്മൾ ഈ ചിരകണമെന്ന് കരുതിയാൽ തന്നെ 2 ദിവസമൊക്കെ നമ്മൾ കണ്ടില്ലെങ്കിൽ ആ ഒരു തേങ്ങ മുറി പിന്നെ ഒന്നിനും പറ്റൂലല്ലേ.
നമ്മൾ വേറെ ഒന്ന് പോലെയല്ല. തേങ്ങ കേടായാൽ നമ്മൾ കറി ഉണ്ടാക്കിയാൽ ആ കറി മൊത്തം കുളമാവും. വല്ലാത്തൊരു ഇഷ്ടമില്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇനി ആരും ആ തേങ്ങകളൊന്നും ബാക്കിയായിട്ട് വിഷമിക്കാതെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബോട്ടിലാക്കിയിട്ട് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് എടുക്കട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെച്ചോളൂ. കറ്റാർവാഴ മുടി വളരെ എത്രത്തോളം സഹായിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ മുട്ടയുടെ വൈറ്റ്, പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ്. അതും തലമുടി വളരാനും ഒരുപാട് കാര്യങ്ങൾക്ക് നല്ലൊരു ഇതാണ് കേട്ടോ തേങ്ങാപ്പാലും. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ കുറച്ച് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.